വാപ്പ ഉമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത് അവരെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വീട് വെച്ച് കൊടുത്ത് വണ്ടി എടുത്ത് കൊടുത്ത് 2.5 കോടി കൊടുത്ത് കല്യാണം എല്ലാം കഴിപ്പിച്ച് നാളെ നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ ഇവിടെ പെടലേക്ക് പിടിച്ചിട്ട് ചോദിക്കും, ആണോ പറയുന്നത്, ശരിയാണോ ശരിയാണോ? അവിടെ കള പറയാൻ പറ്റൂല മോനെ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പറ റഖീബേ അതീദേ, ഇവരീ കാണിച്ചു കൂട്ടിയത് ശരിയാണോ എന്ന് നീ പറ. പഠിപ്പിച്ച് ചട്ടിയും റൈസറും ഇട്ട് ഡാൻസ് പാടിപ്പിച്ച് സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം കണ്ട് രസിച്ച് അത് യൂട്യൂബിലൂടെ കണ്ട് ദുനിയാവിൽ കുറച്ച് പേര് കിട്ടി നാളെ മരിച്ച് ഖബറിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കുന്നിടം മുതൽ ഈ വാപ്പായെ പിടിച്ചിടിക്കുമ്പം ഈ വാപ്പാടെ ഖബറിൻ്റെ ശാന്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോനുണ്ടാവില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നീ കുറച്ച് നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, പെരുന്നാൾ നിസ്കരിച്ചിട്ടും കാര്യം നോമ്പ് പിടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ആഖിറത്തെ കൊണ്ട് ആദ്യം വിശ്വസിക്കുക, ആഖിറത്തെ കൊണ്ട് ആദ്യം വിശ്വസിക്കുക, ആദ്യം വിശ്വസിക്കുക. വിശ്വാസം ആദ്യം നന്നാക്കിയിടും. ചുമ്മാ ജുബ്ബയും തലപ്പായും വെച്ച് നടന്നിട്ട് കാര്യം എന്ത്? ആഖിറത്തെ കൊണ്ട് വിശ്വാസം ഉണ്ടോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. പോയേ പറ്റുള്ളൂ മോനെ, പോയേ പറ്റുള്ളൂ മോനെ, ആരും വരൂല. എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ശരിയല്ലേ ശരിയല്ലേ? ഓർമ്മയുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ടോ? മണി പാടിയതാ മോനെ ദിനേശ, മണി പാടിയതാ. എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ഇക്ക മരിച്ചാല് ഇത്ത വരുവോ സഹോദര? വരുവോ? മയ്യത്തിങ്കര പള്ളിയിലോ ഷാഫി പള്ളിയിലോ അനവി പള്ളിയിലോ ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടടക്കുമ്പോ വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയാനല്ലാതെ ഭാര്യയ്ക്ക് മറ്റെന്ത് മറുപടിയാണ്? ഈ ഭാര്യ പറയട്ടെ, എൻ്റെ പൊന്നിക്ക, നിങ്ങളായിരുന്നു എൻ്റെ അഭയം, എൻ്റെ ആശാകേന്ദ്രം, എല്ലാം എൻ്റെ ഇക്കയായിരുന്നു. എന്നെ വിട്ടിട്ടിതാ തനിച്ചൊരു യാത്രയ്ക്ക് പോവുകയാ. ഞാനില്ലാതെ നിങ്ങളില്ല, നിങ്ങളില്ലാതെ ഞാനില്ല. അങ്ങനെ ജീവിച്ചവരായിരുന്നില്ലേ? ഇതാ ആ പെണ്ണിനെ വിട്ടിട്ട് ഈ ചെറുക്കൻ തനിച്ചു പോവുകയാണ്. കൂട്ടിന് ഞാനും വന്നോട്ടെ എന്നൊരു വാക്കുപോലും ആ ഭാര്യ പറയൂല. പറയോ മക്കള് പറയോ? ജ്യേഷ്ഠം പറയുവോ അനിയൻ പറയുവോ? സുഹൃത്തെ, 3 പേര് ട്രിപ്പിൾ അടിച്ച് ബൈക്കിൽ പോകുമ്പോൾ വണ്ടി ഇടിച്ചു. ഒരുത്തൻ മരിച്ചു, 2 പേര് രക്ഷപ്പെട്ടു. ആ മരിച്ചവന്റെ മയ്യത്തുമായി 2 പേരും പോവുകയാ. എടാ അളിയാ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തവരാണ്, നമ്മൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്, ഒരു കട്ടിലിൽ കിടക്കുന്നവരാണ്, ഒരു പാത്രത്തിൽ ഉണ്ണുന്നവരാണ്, എവിടെ യാത്ര ചെയ്താലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാ. ഞാൻ മരിച്ചുപോയി മോനെ, നിന്നോടൊപ്പം ഞാനും വരട്ടടാ അളിയാ. പറയോ? ആരും പറയൂല. ഖബർ കാണുമ്പോൾ അവന് പേടിയാണ്. എത്ര സ്നേഹിച്ചവരായാലും, എത്ര ആദരിക്കപ്പെട്ടവരായാലും, എത്ര വിശ്വാസമുള്ളവരായാലും, സഹയാത്രികരും സഹപ്രവർത്തകരും ആരുമാകട്ടെ, മരിക്കുന്നത് വരെയേ ഉള്ളു കേട്ടോ. ഈ ദുനിയാവിൽ എത്രത്തോളം സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചവരായാലും, അധികാരത്തിൻ്റെ സോപാനത്തിൽ വിരാജിച്ചവരായാലും, കണ്ണടഞ്ഞാൽ റൂഹ് പോയാൽ എല്ലാം തീർന്നു പോയി മക്കളെ. പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ടേ? ആ ഖബർ വരെ നാട്ടുകാർ വരും, 10,000-കണക്കിന് മക്കള് ആ ഖബർസ്ഥാൻ വരെ വരും. ആ 10,000-ൽ ഒരാള് പോലും അളിയാ നിന്നീ ഒറ്റയ്ക്കാണല്ലോ, ഞാനും നിന്നോടൊപ്പം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാള് പോലും അവനോടൊപ്പം ആ ഖബറിൽ കിടക്കൂല. കിടക്കോ? എത്ര വലിയ ആത്മാർത്ഥ ഉള്ളവനാണെങ്കിലും മയ്യത്ത് നിസ്കരിക്കും, ഖബറിന്റെ കുറവും, അവസാനം എൻ്റെ വായിൽ 3 കോടി മണ്ണ് വരിയിടും. തീർന്നു. അവൻ മാത്രം.
അവിടെ മുതലാണ് ഇസ്ലാമിന്റെ തുടക്കം. ഓർത്തോ, ഇന്ന് വിശ്വസിക്കാത്തവനും ഇന്നിതിനെ അംഗീകരിക്കാത്തവനും ഇന്നിതിനെ ഉൾക്കൊള്ളാത്തവനും അള്ളാഹുവാണ് സത്യം. അന്ന് അബൂബക്കർ അവിടെ നിന്ന് പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ ഇപ്പോ മനസ്സിലാക്കി. ആ ഖബറിന്റെ ഉള്ളിൽ കിടന്നവൻ പറയും, അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഒന്ന് മടക്കി കൊണ്ടുവാ പടച്ച റബ്ബേ. ഇവർ എല്ലാ വർഷവും വാത് വെച്ച് ഞങ്ങൾ ഇത് കേൾക്കാൻ പോകുമായിരുന്നു. യൂട്യൂബിലൂടെ വീട്ടിലിട്ട് കേട്ടതൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഗൗരവം ഇത്രത്തോളം വലുതാണെന്ന് മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. പ്ലീസ് പടച്ച റബ്ബേ, ഒന്ന് മടക്കി അയക്കണേ അല്ലാ. ഇനി നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചോളാം പടച്ചവനെ. അല്ലാഹി പറയും ഖബറിൽ വെച്ച്, ലാ ഖദ് ഉമ്മിറത മാ കുൻത മുഅമ്മറാ. ദുനിയാവിൽ നിനക്ക് കുറച്ച് സമയം തന്നിരുന്നല്ലോ, ആ സമയമൊക്കെ തീർന്നു പോയി മനുഷ്യ. ഇനി നീ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ശിക്ഷ ഖിയാമം വരെ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കണം. നിന്നെ ഈ ദുരിത കയത്തിലേക്ക് നയിച്ച ഒരൊറ്റ കൂട്ടുകാരനോ നിന്നോടൊപ്പം ഉണ്ടാവൂല. ഒറ്റയ്ക്ക് ഈ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടന്ന് നീ അനുഭവിച്ചോ. ഇതിനാണ് നമ്മൾ ദുആഉൽ ഇബാദ, ഇബാദത്തിലൂടെ ദുആ ചെയ്ത് അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നത്. ഹബീബെ, വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ നിസ്കരിക്കരുത്. വല്ലാഹി നിസ്കരിച്ചിട്ട് കാര്യമില്ല. ആർക്ക് വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്, എന്തിനാണ് നിസ്കരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ട് നിസ്കരിക്കണം. അല്ല നിസ്കരിക്കരുത്. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരാത്തത്. അതാ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ കളിക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കും, പന്ത് കളിക്കും, ഫുട്ബോൾ കളിക്കും, ക്യാരംസ് കളിക്കും, ഷട്ടിൽ ബാറ്റ് കളിക്കും, പള്ളിയിൽ ജമാഅത്ത് നടക്കും. നിസ്കരിക്കാൻ പള്ളി പോലെ ചെറുപ്പക്കാർ. എന്താ കാരണം? അവന് ഖബറിൽ അതിനെക്കുറിച്ച് വിശ്വാസമില്ല. മാർക്കം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഖബറിൽ അവന് വിശ്വാസമില്ല. ഖബറിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ, യാ റബ്ബ്, ഈ കാട്ടിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടവനാണ്, എന്നെ സഹായിക്കാൻ. ഈ ക്യാരംസ് ബോർഡ് കളിക്കുമ്പോൾ ഒറ്റൊരുത്തനും അവിടെ ഉണ്ടാവില്ല. ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരുത്തനോട് ഉണ്ടാവില്ല. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരൊറ്റ ഒരുത്തനും അവിടെ ഉണ്ടാവില്ല. എൻ്റെ കൂട്ടത്തിൽ എന്നെ സഹായിക്കാൻ വരുന്നത് എന്ന് ആ മുഅദ്ദിൻ വിളിക്കുന്ന ആ നമസ്കാരം മാത്രമാണ്. ഈ കൊടുക്കുന്ന പൈസ മാത്രമാണ്. 1 രൂപ നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി കൊടുത്തോ, ഇത് നിങ്ങൾക്ക് ഖബറിൽ കാണാം. വല്ലാഹി കാണാം. ഇത് കണ്ടിട്ടേ നിങ്ങൾ അല്ലാഹ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുള്ളൂ. ഇവിടെ വെച്ചും തരൂല. ഇവിടെ വെച്ച് ചിലപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അല്ലാഹു നോക്കാനാ നിന്നെ, പരീക്ഷിക്കാനാ നിന്നെ. തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ. നീ കൊടുത്ത് മുടിഞ്ഞു പോയോ? നീ കൊടുത്ത് അള്ളാന്റെ കോപം വാങ്ങാനാണോ അള്ളാന്റെ ഇഷ്ടം വാങ്ങാനാണോ അറിയിക്കാൻ നീ കൊടുക്കും തോറും നിന്നെ അള്ളാഹ് ചിലപ്പോൾ പരീക്ഷിക്കും. നിന്റെ മനസ്സൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ അള്ളാഹു നിന്നെ പരീക്ഷിക്കും. അലിഫ് ലാം മീം അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മക്കളാണ്, സംരക്ഷകരാണ്, നടത്തിപ്പുകാരാണ്. ഞങ്ങൾ അഹ്ലു ബൈത്തിൽ പെട്ടവരാ. ഞങ്ങൾ പ്രവാചക പാരമ്പര്യത്തിന്റെ ഉടമകളാ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണം വരാതിരിക്കുവോ? ഇല്ല, പരീക്ഷണം വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തന്നെയായിരിക്കും പരീക്ഷണം. നമസ്കരിക്കാത്തവന് പരീക്ഷണം കാണൂല, നമസ്കരിക്കുന്നവനെയാണ് അല്ലാഹ് പരീക്ഷിക്കുക. സദഖ ചെയ്യാത്തവന് പരീക്ഷണം കാണൂല, സദഖ ചെയ്യുന്നവനാണ് അല്ലാഹു പരീക്ഷിക്കുക. ഖുർആൻ ഓതാത്തവന് ഒരു കുരു അവന് വരൂല, ഖുർആൻ ഓതുന്നവനാണ് അല്ലാഹു അസുഖം കൊടുക്കുക. എന്തിനാണ് അവൻ സബറുള്ളവനാണോ ക്ഷമയുള്ളവനാണോ എന്ന് അല്ലാഹു അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ആ ടെസ്റ്റിൽ അവൻ വിജയിച്ചാൽ മോനെ കണ്ണൊന്നടഞ്ഞു കിട്ടിയാ മതി. ആ ഖബർ മുതൽ സ്വർഗം വരെ നിനക്ക് സുഖമാണ്. അവിടെയാണ് നിനക്ക് സുഖം വേണ്ടത്, ഇവിടെയല്ല. ഇവിടെ നമുക്ക് നാട്ടുകാരുണ്ട്, സാധു സഹായ സമിതിയുണ്ട്. ഖബറിന്റെ ഉള്ളിൽ ഈ സഹായികളോ ഈ
സമിതികളോ ഇതിന്റെ സംഘാടകരോ ഈ പറയുന്നവനോ ഒരുത്തനും കാണൂല. അവിടെ നിന്നോടൊപ്പം ഉണ്ടാകുന്നത് നീ കൊടുത്ത സദഖയാണ്, നീ കൊടുത്ത പാലാണ്, നീ കൊടുത്ത മുസല്ലയാണ്, നീ കൊടുത്ത ഓരോരോ ഭക്ഷണത്തിന്റെ വിഭവങ്ങളുടെ ഓഹരിയാണ്. അതൊക്കെയാണ് ഖബറിലേക്ക് വരുന്നത്. അത് അല്ലാഹ് ഒരുപക്ഷെ ഇവിടെ നിനക്ക് തരാതെ പിടിച്ചു വെക്കും. നിന്റെ ഈമാനൊന്ന് പരീക്ഷിക്കാനാണ്. അതിൽ നീ വിജയിച്ചോ അൽഹംദുലില്ലാഹ്. നീ ആരും നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ല എങ്കിലും ആ ഖബർ മുതൽ സ്വർഗം വരെ നീ രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബി സ്വന്തം മോനെ അറുക്കാൻ അല്ലാഹു പറഞ്ഞത് ഒരു മോനെ അറുത്തിട്ട് കണ്ട് രസിക്കാനല്ല. മക്കളില്ലാതെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ഇബ്രാഹിം നബിയോട് ഒരു മോനെ കൊടുത്തിട്ട് വളർത്തി കൊണ്ടുവരാൻ പറഞ്ഞു. 10-12 വയസ്സായി. അവന്റെ പുഞ്ചിരിയൊക്കെ കണ്ട് കുഞ്ഞളം കൈക്ക് പിടിച്ച് അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവനെ കൊണ്ടുപോയി സന്തോഷിപ്പിച്ചിട്ട് അങ്ങനെ സന്തോഷാധിക്യത്താൽ ആ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹ് പറയുകയാണ്, ഇബ്രാഹിമേ ആ മോനെ എനിക്ക് വേണ്ടി നീ അറുത്ത് മാറ്റടോ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ട് വന്നിട്ടും പള്ളിക്ക് കൊടുക്കണേ മദ്രസയ്ക്ക് കൊടുക്കണേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മനസ്സനുവദിക്കുക? പറ്റൂല. പരീക്ഷിക്കാനാണ് നീ കൊടുക്കുന്നുണ്ടോ നല്ല അറിയാൻ. ഇബ്രാഹിം നബിയുടെ മോനെ അറുത്തള്ളേ കാണിക്കാനെന്നോ? ഇബ്രാഹിം നബിയുടെ മോനെ അള്ള കൊണ്ടുവന്ന് കൊടുത്തു. ഇബ്രാഹിം മോനെ അറക്ക്. യാ റബ്ബി, മക്കളില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ നിന്നോട് ചോദിച്ച് നീ തന്ന പൊന്നുമോനാണ്. അവനിതാ ചിരിച്ചും കളിച്ചുമൊക്കെ വളർന്നു വരുമ്പോ നീ അറുക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് റബ്ബേ, ഇത് ന്യായമാണോ എന്ന് ഇബ്രാഹിം നബി ചോദിച്ചില്ല, പറഞ്ഞില്ല, ചിന്തിച്ചില്ല. കണ്ടോ ചിന്തിക്ക്. കണ്ടോ 2000 രൂപയുടെ ഒരു ആടിനെ അറുത്ത് കൊടുക്കാൻ നമ്മൾ പറയുമ്പം ഭയങ്കര ടൈറ്റ് ആളിയാ, അടുത്ത വർഷം ആവട്ടെ, ഭയങ്കര ടൈറ്റ് ആളിയാ, അടുത്ത വർഷം ആവട്ടെ. ICUവിൽ കയറ്റി അള്ളാഹ് ഇവനെ ടൈറ്റാക്കും. ICUവിൽ കയറ്റി ടൈറ്റാക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും. അള്ളാഹ് പരീക്ഷിക്കണം നബിവേ. വലയഅലമന്നല്ലദീന സബറു, ആരാണോ സബറുള്ളവരെന്ന് അല്ലാഹു തആല മനസ്സിലാക്കാൻ വേണ്ടി, വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കള്ളനാണെന്നറിയാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ വെച്ച് നമുക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ തരും. ഫലസ്തീനിൻ്റെ മക്കൾ, കുഞ്ഞുമക്കളടക്കം പിടഞ്ഞു വീഴുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഒളിച്ചോടാൻ തയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞ് പറയുന്നുണ്ടോ മരിക്കല്ലേ, ഈ ഹമാസുകാർ കാണിച്ച തെമ്മാടിത്തരമാണെന്ന്? ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ അവിടെ പറയാറുണ്ടോ? 11 വയസ്സുകാരനായ കുഞ്ഞുമോനോട് ഇന്ത്യക്കാരൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ എവിടെ? സ്വർഗത്തിലാണ്. ഉമ്മ എവിടെ? സ്വർഗത്തിലാണ്. എനിക്കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ മോനെ, മലപ്പുറത്തുള്ള ഒരു ചങ്ങാതി ഫലസ്തീന് സന്ദർശിക്കാൻ പോയപ്പോൾ അവനെ കണ്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് നീ ഞങ്ങളിലേക്ക് വാ, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി നിന്നെ പഠിപ്പിക്കാം, ഡോക്ടറാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നാൽ എനിക്ക് ഷഹീദാവാൻ പറ്റൂല. എനിക്കെൻ്റെ ഉമ്മ ഉപ്പയോടൊപ്പം ഷഹീദാവണമെങ്കിൽ ഈ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നേ മതിയാവൂ. അതാണ് ആ പൈതലുകളുടെ ഈമാൻ. കുഞ്ഞുമക്കളടക്കമുള്ളവർ വീഡിയോ എടുത്തിട്ട് അല്ലാഹുവേ, ജിഹാദ് ചെയ്ത് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് 3 വയസ്സും 4 വയസ്സും 5 വയസ്സുമുള്ള കുഞ്ഞുമക്കൾ ഖുർആന്റെ ആയത്ത് ഓതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അവർ തക്ബീർ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെയും ആ പദവിയിൽ എത്തിക്കണേ അല്ലാ. കുഞ്ഞുമക്കളടക്കം 5000-ഓളം കുഞ്ഞുമക്കൾ മരിച്ചു പോയെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും കേട്ടോ. ബഹുമാനപ്പെട്ട പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചതല്ലേ, ഈ കുഞ്ഞുമക്കളൊക്കെ മരിച്ചു പോയാൽ ഇവരുടെ ഉത്തരവാദിത്തം ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ യഖ്ഫുലുഹും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആ കുഞ്ഞുമക്കളെ പരിചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറയാണ് ഈ കുഞ്ഞുമക്കളുടെ ഉമ്മയായി നാളെ ഖിയാമത്ത് നാൾ വരെ, സ്വർഗം വരെ ആ മക്കളെ പരിചരിക്കുന്നത് അവരായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5000-ഓളം വരുന്ന ഫലസ്തീനിന്റെ കുഞ്ഞുമക്കളെ പരിചരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിമാണ്, വസൗജതുഹു ഹാജറയാണ്. ഈ ഭാഗ്യം ആർക്ക് കിട്ടും സഹോദരാ?
ഈ ഭാഗ്യം ആർക്ക് കിട്ടും സഹോദരാ? അതുകൊണ്ടാണ് ഇബ്രാഹിമിനോട് പറഞ്ഞത്, ഇബ്രാഹിമേ, ആ കുഞ്ഞിനെ നീ എനിക്ക് വേണ്ടി അറുക്കണം, ഒരു പ്രശ്നവുമില്ല അല്ലാ. മെല്ലെ മോൻ ഉറങ്ങുന്ന പരിസരത്തേക്ക് പോയിട്ട് ആ മുഖം ഒന്ന് തടവിയിട്ട് തലയൊന്ന് തലോടിയിട്ട്, പൊന്നുമോനെ, അല്ല പറഞ്ഞതാണ് നിന്നെ അറുക്കണമെന്ന് പറയുന്നു, എന്താ മോനെ നിന്റെ അഭിപ്രായം? അല്ലാണോ പറഞ്ഞത് വാപ്പ? എങ്കിൽ അറുത്തോ, ഞാൻ സുഖസുന്ദരമായി കിടന്ന് തരാം. ഇതാണ് ദീനി ബോധമുള്ള വാപ്പായും ഉമ്മായും മകനും വാപ്പായും. നിസ്കരിക്കാൻ പോടാ മോനെ, കളിക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞ വാപ്പ തട ജോലിക്ക് പൊയ്ക്കോ, ഞാൻ പോയി കളിക്കട്ടെ, ഞങ്ങളുടെ ടീമെല്ലാം അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നരകത്തിലേക്കോടുന്ന വൃത്തികെട്ട മക്കളല്ലേ നമുക്കുള്ളത്. ഇബ്രാഹിം നബിയുടെ മോന് വർഷങ്ങളായി കിട്ടിയതാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ, നിന്നെ അറുക്കണം അള്ളാന്റെ തീരുമാനമാണ്. അള്ളാന്റെ തീരുമാനമാണോ എങ്കിൽ വാപ്പ അറുത്തോ, കിടന്നു കൊടുത്തു. കടക്കൽ കത്തി വെച്ചിട്ട് മുറിയുന്നില്ല. മകൻ പറഞ്ഞു, വാപ്പ, ഈ പൊന്നുമോന്റെ മുഖം കണ്ടിട്ട് അങ്ങേക്ക് വിഷമം വരുന്നു, അതുകൊണ്ടാണ് മുറിയാത്തത്. ഞാനൊന്ന് ചരിഞ്ഞു കിടക്കാം, എൻ്റെ മുഖം ശ്രദ്ധിക്കണ്ട, അറുക്ക് വാപ്പാ. മകൻ അങ്ങനെ ചരിഞ്ഞു കിടന്നു. അറുക്കാൻ വേണ്ടി കത്തിയെടുക്കുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, നജൗത യാ ഇബ്രാഹിം, നീ ആ കുഞ്ഞിനെ അറുത്ത് രക്തം കാണാൻ അള്ളാഹ്ക്ക് വേണ്ട കേട്ടോ, അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. നിന്റെ ഈമാൻ എങ്ങനെയല്ല, ഈ മദ്രസയും ഗുണമില്ല. നമ്മുടെ നീയത്ത് അങ്ങനെ. ഞാനിപ്പോ എന്റെ കുട്ടം പറഞ്ഞു, ഞാൻ ആദ്യമായി തോന്നിട്ട് പറയല്ലേ, നമ്മുടെ നീയത്ത് അങ്ങനെയാണ് അബീബേ, നമ്മുടെ നീയത്ത് അങ്ങനെ. അവിടെ നമുക്ക് വിശ്വാസമില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുൽഹീന ഫിദ്ദുആ. വീണ്ടും 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 എടുത്തെടുത്ത് ആവർത്തിച്ച് നിർബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് അള്ളാഹ്ക്കിഷ്ടം. ഇല്ല അല്ലാ, തന്നേ മതിയാവൂ അല്ലാ, തരാതെ ഈ കൈ ഞാൻ താഴ്ത്തില്ല അല്ലാ. രാവിലെ ചോദിച്ചു കിട്ടിയില്ല, ഉച്ചയ്ക്ക് പോയിരിക്കണം കിട്ടിയില്ല, വൈകിട്ട് പോയിരിക്കണം കിട്ടിയില്ല, രാത്രി പോയിരിക്കണം അല്ലാ, തരാതെ ഒരു രക്ഷയുമില്ല റബ്ബേ. നിന്നെ ഞാൻ വിടൂല പടച്ചവനെ, എനിക്ക് ഈ കാര്യം സാധിച്ചിട്ട് തന്നേ മതിയാവൂ അല്ലാ. അങ്ങനെ ചോദിച്ചാരാ? ആര് ചോദിച്ചപ്പാ? ചുമ്മാ അള്ളാഹെ കുറ്റം പറയാൻ. അള്ളാഹ് തരണേ, അള്ളാഹ് തരണേ, അള്ളാഹ് ചേർന്ന് റാഹത്തല്ല, അള്ളാഹ് റാഹത്താകട്ടെ, അള്ളാഹ് ഉറക്കത്തേണേ, അള്ളാഹ്. ദുആ തീർന്ന സംഭവം. നാളെ കൊടുത്തില്ലെങ്കിൽ ദുആയും ശരിയല്ല, ദുആ ചെയ്ത മുസ്ലിയാനും ശരിയല്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു ഇസ്രായേലിനെതിരെ. 40 വർഷം കഴിഞ്ഞാണ് അത് കബൂലായത്. എത്ര വർഷം? ദുആ അല്ലാഹു തആല ചെയ്ത ഉടനെ മൂസ നബിയോട് പറഞ്ഞു, മൂസ, നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷേ മറുപടി വന്നത് 40 years, after 40 years, 40 വർഷത്തിന് ശേഷം. മൂസ നബി നിരാശപ്പെട്ടില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്യാൻസർ പിടിച്ച്, കുഷ്ഠരോഗം പിടിച്ച് ശരീരമാസകലം വേദനിച്ചു പോയില്ലേ, പുഴുതിന്നില്ലേ? അല്ലാ, നിന്റെ ഒരു പ്രവാചകനല്ലേ ഞാൻ, എന്നെ എന്തിനാണ് ഈ ഇടങ്ങേറാക്കുന്നത്? ഒരു നിരാശയുടെ വാക്ക് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി പറഞ്ഞില്ല. കൽബിൽ കയറി പുഴു കുത്താൻ തുടങ്ങി. അപ്പോ പറഞ്ഞു, യാ റബ്ബി അന്നി മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റഹീമീൻ, എനിക്കിപ്പോഴാണ് രോഗം പിടിപെട്ടത്, നീ കരുണയുള്ളവനാണ് അല്ലാ. നമുക്ക് ചെറിയൊരു മൂക്കിപ്പനി വരുമ്പോഴേ പനി പിടിച്ച എന്താ പനി പിടിച്ച്? ഈ പനി മാറാൻ ലക്ഷ്യം എന്താണെന്നറിയോ? ഇവന് നിസ്കരിക്കാൻ പാനല്ല, ജോലിക്ക് പോകാൻ പറ്റൂല പടച്ചവനെ, ഫുലൂസ് നഷ്ടപ്പെട്ടു പോകും പടച്ചവനെ. ഇന്ന് ഞാൻ ആബ്സെൻ്റായി പോയാ എൻ്റെ 1500 രൂപ നഷ്ടപ്പെട്ടു പോകുമല്ല. അതുകൊണ്ട് എനിക്ക് പനി പിടിച്ചാൽ സുബൈക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല, ലോറിന് പള്ളിയിൽ പോകാൻ പറ്റൂല. ഇതൊന്നുമല്ല അവൻ്റെ ചർച്ച, അവൻ്റെ നീയത്ത്. എൻ്റെ ജോലി മുടങ്ങും, മക്കള് പട്ടിണിയാവും പടച്ചവനെ. അല്ലേ? പടച്ചവനെ, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ ഭാഗ്യം എന്താ അല്ലാ, അതുകൊണ്ട് എൻ്റെ മുട്ടുകാലിൻ്റെ അസുഖം മാറ്റി തരണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്നവരുണ്ടോ? അല്ലാ, ഒന്നും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, മക്കള് പട്ടിണിയിലാണ്, ഓടാനും നടക്കാനും പറ്റൂല, സൈക്കിൾ ചവിട്ടാൻ പറ്റൂല, മുട്ടുകാലിന് ആഫിയത്ത് തരണേ പടച്ച റബ്ബേ. നമ്മുടെ ദുആ എല്ലാം എന്താ? നമ്മുടെ ദുആ മൊത്തം എന്താ? എല്ലാം ദുആ. വീട് താ അല്ലാ,
ആരോഗ്യം എന്താ അല്ലാ, അത് വല്ലപ്പോഴൊക്കെ ചോദിക്കുള്ളൂ, ആരോഗ്യം ഒന്നും ചോദിക്കാല്ല. വീട് താ അല്ലാ, സമ്പത്ത് താ അല്ലാ, പണം താ അല്ലാ, മക്കളെ താ അല്ലാ. മക്കളെ നല്ല നിലയിൽ കെട്ടിക്കണേ പടച്ചവനെ. അള്ളാഹുവേ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ പടച്ചവനെ. ദുനിയാവിൽ അത് തരണേ ഇത് തരണേ എല്ലാം തരണേ അല്ലാ. എൻ്റെ മയ്യത്തൊറ്റയ്ക്ക് കബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മണ്ണിട്ട് മടങ്ങിപ്പോകുമ്പോൾ ആ കബറിൽ നിന്ന് എന്നെ ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിർത്തുമ്പോൾ അള്ളാഹുവേ എനിക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ തൗഫീക്ക് തരണേ അല്ലാ എന്ന് എത്ര പേര് ദുആ ചെയ്ത്? എത്ര പേര് ദുആ ചെയ്ത്? ബാക്കി ദുനിയാവിൻ്റെ മൊത്തം കാര്യങ്ങൾ ചോദിക്കുക എല്ലാവരും ദുആ ചെയ്യും. മരിച്ചു കഴിഞ്ഞ ആഖിറത്തിന്റെ കാര്യം ചോദിക്കാൻ ആർക്കും? അതാണ് നമസ്കാരത്തിലൂടെ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുമെന്ന് പറഞ്ഞത്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അതാണ് ദുആഉൽ ഇബാദ. ദുആയെ കുറിച്ച് ഒരുപാട് പറയണം അബീവേ. നിങ്ങൾ ദുആ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നില്ല. اللهم عافنا في أبداننا اللهم عافنا في أبصارنا اللهم عافنا في أسماعنا لا إله إلا أنت. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നല്ല ആഫിയത്ത് ആരോഗ്യം തരുമാറാകട്ടെ. ആഫിയത്ത് എപ്പോഴും വേണം. ആഫിയത്തില്ലെങ്കിൽ ഒന്നും പറ്റൂല. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ദുആ ചെയ്യണം. നേരത്തെ എത്ര ആഫിയത്തുള്ള സമയത്തും ദുആ ചെയ്യണം. ആഫിയത്തുള്ള സമയത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വയസ്സായി 80 വയസ്സായി. 80 വയസ്സായി. ആക്കാങ്ങ എത്ര വയസ്സായി? എത്രയായി? 77. 3 വയസ്സും കൂടെ. നിങ്ങളിപ്പോൾ മക്കളെ കിട്ടാൻ വേണ്ടി ദുആ എടുക്കാറുണ്ടോ? ഉണ്ടാ? എല്ലാവരും ഒന്ന് ചോദിക്കണ്ട. ഉണ്ടാ? ഇല്ല. ഹുസൈൻ മോലെ നിങ്ങൾ മക്കളെ കിട്ടാൻ ദുആ എടുക്കാറുണ്ടോ? ഇപ്പോൾ വയസ്സ് എത്രയായി? 50 കഴിഞ്ഞതേ ഉള്ളൂ. നല്ലൊരു കുഞ്ഞിനെ വേണം ദുആ എടുക്കാറുണ്ടോ? ഉണ്ടാ? ഉണ്ടാ? പെണ്ണുമ്പിളോട് ഇരിപ്പുണ്ടാ? മനാവ് മുസ്ലിയാരെ നിങ്ങൾ ദുആ എടുക്കാറുണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു ഞാനിന്നലെ എൻ്റെ പെണ്ണുമ്പിളെ തന്നെ ഒരു മക്കളോട് ഒരു കുഞ്ഞിനെ കൂടെ കിട്ടിയാൽ കൊള്ളാമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നെ ഓടിച്ച് കളഞ്ഞ അപ്പോഴത്തേക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് കാണാനില്ല. ഒരു കുട്ടിയുടെ വരുന്ന റാഹത്തല്ലേ, ഓടിക്കുകയാണ്. പെണ്ണുമ്പിള്ളമാർ സമ്മതിക്കുന്നില്ല, ഓടിക്കുകയാണ്. മര്യാദയ്ക്ക് വിട്ടോളാം എന്നാ പറയാ. 80 വയസ്സായി സക്കറിയ നബി ദുആ ചെയ്യുക കുഞ്ഞിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വന്നതാണ്. പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യൂല. ഏത് നമുക്കിപ്പോൾ 50 വയസ്സായി കഴിഞ്ഞാൽ ഇനി കുഞ്ഞിനെ തള്ള കുഞ്ഞിനെ തന്ന നാണക്കേട് പോലെയാണ്. ഇനി കിട്ടിയ കുഞ്ഞ് 50 വയസ്സായി ഉസ്താദെന്ന് പ്രസംഗിക്കാൻ വന്നില്ല. എന്താ? പെണ്ണുമ്പിള്ള പ്രസവത്തിൽ കിടക്കുകയാണ്. അങ്ങേർക്ക് ഈ വയസ്സാം കാലത്താ അങ്ങനല്ലേ പറയുള്ളൂ. നാണക്കേട്. എന്നാൽ എത്രയോ പേര് 60 വയസ്സുകാർ 65 വയസ്സ്. ഞാൻ കാസർഗോഡ് പോയപ്പോൾ ഒരു 60 വയസ്സുള്ള ഒരു ചങ്ങാതി മോൻ ഉസ്താദ് ഒന്ന് അരക്കണ ഉസ്താദ് നമ്മുടെ പൈതൽ ഉസ്താദ് നല്ല പാങ്ങില്ലെന്നത് അരക്കണ ഉസ്താദാണ്. ഞാൻ പറഞ്ഞു മോളുടെ കുട്ടി അല്ല ഉസ്താദ് എൻ്റെ കുട്ടി ഉസ്താദേ. അല്ലാ വയസ്സ് 60 കൊച്ചു കുഞ്ഞ്. അതാണ് അവസ്ഥ. അതല്ലേ റാഹത്ത്. കൊല്ലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കൊല്ലത്ത് മോളും പ്രസവിച്ച് കിടക്കുന്നു, ഉമ്മായും പ്രസവിച്ച് കിടക്കുന്നു. മോളും വയസ്സായാള ഇത്രയും താടി കൊണ്ട് നരച്ചത്. മോള് റൂമിൽ പ്രസവിച്ച് കിടക്കുന്നു, ഉമ്മായും പ്രസവിച്ച് കിടക്കുന്നു. ഞാൻ പറഞ്ഞപ്പോൾ അതല്ല. 80 വയസ്സായി സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ 80 വയസ്സിലും ദുആ ചെയ്യുക അള്ളയോട്. ഞാൻ പറഞ്ഞ ദുആടെ മഹത്വം പറയാണ്. 80ാമത്തെ വയസ്സിലും ദുആ ചെയ്യും. റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല الرأس ولم أكن بدعاء ربي شقيا. അല്ലാഹുവേ എൻ്റെ രോമകൂമങ്ങളെല്ലാം നരച്ചുപോയി, എൻ്റെ എല്ലെല്ലാം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനർത്ഥം എന്താ? വയസ്സനായി കിളവനായി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം പോയി, എല്ലാം ഡൗണായി. എന്നാലും വലമ്മ കുംബി ദുആഇ റബ്ബി ശഖിയാ, നിന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പുറകോട്ടല്ല പടച്ച റബ്ബേ, എനിക്കൊരു കുഞ്ഞിനെ നീ തരണമേ അല്ലാ. ഉണ്ടോ? ഞാൻ അതിനാ ചോദിച്ചത്. അല്ല ഞാൻ നിങ്ങളെ കളിയാക്കാൻ ചോദിച്ചല്ല. ഇപ്പം 75 വയസ്സ് 70 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് നമ്മൾ ചോദിക്കില്ല കുഞ്ഞെ. പിന്നെ നേരെ അദ്ദേഹം പറഞ്ഞ പോലെ ഉള്ള കുട്ടികളെ സാലിയാക്കി നമ്മൾ ദുആ എടുക്കും. പക്ഷെ പ്രവാചകന്മാർ ദുആ ചെയ്ത് 80 വയസ്സായിട്ടൊരു കുട്ടിയെ താന്ന ദുആ ചെയ്തത്. പക്ഷെ നമുക്കും നിരാശ തോന്നും. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? എനിക്ക് ദുആയിൽ നിരാശയില്ല അല്ലാ, ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന കിളവനായാലും ഞാൻ മരിച്ചാലും ഞാൻ ചോദിക്കും അല്ലാ, നീ തന്നേ പറ്റുള്ളൂ. അടച്ചവനെ കൊടുത്തില്ലേ? 80ാമത്തെ വയസ്സ് കൊടുത്തില്ലേ അല്ലാ? യാ സക്കറിയ ഇന്നാ
نبشرك بغلام اسمه يحيى സക്കരിയ യഹ്യ എന്ന ഒരു കുഞ്ഞിനെ നിനക്ക് ഞാൻ സമ്മാനിച്ചിട്ടുണ്ട് കേട്ടോ. കാക്ക നിങ്ങൾക്ക് 77 വയസ്സായി ചോദിച്ചു നോക്ക്, ചിലപ്പം കിട്ടുക ബൈ ചാൻസിൽ എങ്ങാനും കിട്ടിയാൽ കിട്ടിയത്. 80 വയസ്സായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ കൊടുക്കുകയാണ് സക്കരിയ നബിക്ക് കൊടുക്കുകയാണ്. 80 വയസ്സായി ഇബ്രാഹിം നബിക്ക് കൊടുത്തു. ആ വയസ്സാം കാലത്ത് സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ അവർക്ക് വിശ്വാസമുണ്ട്. ഇത് എനിക്ക് എൻ്റെ റബ്ബല്ലാതെ എനിക്കറിയില്ല. ഇബ്രാഹിം നബി ആ തീച്ചുളയിൽ കിടന്നപ്പോ ജിബ്രീൽ വന്നു, ഇബ്രാഹിമെ രക്ഷിക്കട്ടെ. വേണ്ടേ, എന്നെ തീയിലിട്ട് എൻ്റെ റബ്ബിനറിയാം എന്നെ രക്ഷിക്കാൻ, നീ നിന്റെ പണി നോക്കിപ്പോ. എന്താ ഈമാൻ. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നാം അപ്പോ പറഞ്ഞു, ഏ തീയേ ഇബ്രാഹിമിന്റെ മേൽ നീ ശാന്തി സമാധാനം ശീതളമായി ഏസിയാക്കി കൊടുക്കുക കേട്ടോ. 40 ദിവസം അവിടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. വിശ്വാസം വേണം ഹബീബേ, വിശ്വാസം വേണം ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യൻഫഉ അയ്യദ്ഫഉ മിമ്മാ നസല ഔ മിമ്മാ ലം യൻസിൽ. ഇറങ്ങാൻ പോകുന്ന വിപത്തുകളും ഇറങ്ങിയ വിപത്തുകളും തടയാൻ ദുആയിക്കല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. നിങ്ങൾ ദുആ മുറുകെ പിടിക്കണേ. കണ്ടോ, ഒന്ന് ചെയ്തു നോക്ക്, നല്ലതുപോലെ ദുആ ചെയ്ത് നോക്ക്. ഈ ദുആ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് കരുതരുത്. നമുക്ക് ദുആയിൽ വിശ്വാസം വേണം. ദുആ സ്വീകരിക്കുന്നില്ല എന്ന് കരുതരുത്. നമുക്കിവിടെ കൊടുക്കുന്ന കറണ്ടിന്റെ പൈസ അടയ്ക്കുന്ന പാല് കൊടുക്കുന്ന കാക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ വലിയ വിഷമം പ്രയാസം, ഈ വർഷം മുതൽ ഇത് മാറ്റണം. ഞാൻ പറഞ്ഞു, മാറ്റരുത്, ഒരിക്കലും മാറ്റരുത്. ഇത് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ ഒരു ചിന്ത വരാനേ പാടില്ല. നിങ്ങൾ കൊടുക്കിൻ, പടച്ചവൻ തരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ നീയത്തോട് കൊടുക്കിൻ. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഖബറിലാണ്. ഇത് നിങ്ങൾ ദുനിയാവിൽ കിട്ടുമെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ അള്ളാഹ് ദുനിയാവിലും തരും, അതൊന്നും വിഷയമുള്ള കാര്യമല്ല പടച്ചവൻ. പക്ഷേ നമുക്കില്ല എന്നൊരു വാക്ക് നമ്മുടെ നാവിൽ വന്നു വരുത്. നമ്മൾ ഈ കൊടുക്കുന്ന ഈ മക്കൾ ആർക്കെന്നറിയോ? ഈ മക്കളുടെ വാപ്പ പട്ടിണിയല്ല, ഈ മക്കളുടെ ഉമ്മ പട്ടിണിയൊന്നുമല്ല. ഇവർ ഈ കിടക്കുന്ന ഖുർആൻ പഠിച്ച് ഇവർ ഹാഫിളീങ്ങളായി ആലിമീങ്ങളായി പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സവാബ് ഈ കവറുവാലിൽ പോയി വീഴും. അതിൻ്റെയൊക്കെ ഒരു സവാബ് ഈ പഞ്ചാരയിൽ പോയി വീഴും. അതിൻ്റെയൊക്കെ സവാബ് ഈ കറണ്ട് ചാർജിൽ പോയി വീഴും. ചെറിയ കളിയല്ല അത്. ഖബറിലേക്ക് നമ്മൾ എത്തുമ്പോൾ എല്ലാവരും മണ്ണിട്ട് മൂടുന്ന സമയത്ത് അവിടെ വരും നമ്മുടെ ഈ നന്മകൾ. അതാണ് ഖബറിലെ കൂട്ടുകാരൻ. ഖബറിൽ നമുക്ക് ഗുണപ്പെടും. ഇതെല്ലാം ഖബറിൽ നമുക്ക് ഗുണപ്പെടും. ഖബറിൽ നമ്മളെ സഹായിക്കാൻ വരുന്നത് ആരാണ്? ആരുമില്ല. ഇതൊക്കെ വരുള്ളൂ. ഖബറിൽ നമ്മളെ സഹായിക്കാൻ വരുന്നവർ ആരാണ്? ഖബറിലെ കൂട്ടുകാരാരാണ്? അതാണ് നമ്മുടെ അടുത്ത വിഷയം. ഞാൻ മറ്റേ നാളെ ഇൻഷാ അല്ലാഹ് അപ്പുറത്തത് പറയാം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. പഠിക്കുക സുഹൃത്ത്. നിങ്ങൾ പൈസ കൊടുക്കുന്നോ കൊടുക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ കേൾക്കിൻ, പഠിക്കിൻ. നമ്മൾക്ക് മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും ഒരു വിശ്വാസം വേണം. നമ്മളിവിടെ 8 വർഷമായി, എത്ര 9 വർഷമായി അബീബേ? 8 വർഷമായി. ഇതിൻ്റെ തുടക്കം മുതൽ ഞാൻ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ആണോ? ഒരൊറ്റ വിഷമമേ ഉള്ളൂ നമുക്ക്. കഴിഞ്ഞ വർഷം എന്തോ 1.5 ലക്ഷം രൂപ എന്തോ വേണമെന്ന് പറഞ്ഞില്ലേ? എന്തോ ഒരാവശ്യത്തിന് കിണർ കുത്തിയോ? കിണർ കുത്താൻ 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 1000 രൂപ വെച്ച് 150 പേരെ ഏറ്റെടുത്തു, ഇല്ലയോ ഹബീബേ? അതിൽ എത്ര പേര് കിട്ടി ഉസ്താദേ? വലിയ വിഷമാണ് സുഹൃത്തുക്കളെ. മുനീർ എത്ര പേര് വന്നടാ? 12. ഈ ദുആ എങ്ങനെ സ്വീകരിക്കുക നിങ്ങൾ പറയും? വർഷം ഒന്നായി. 150 പേര് 1000 രൂപ നിയത്തിച്ചത് 1 വർഷമായി. ഈ പറഞ്ഞവരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടോടെ മുനീറ? അല്ല, പേര് നോക്കണം, ഇല്ലെങ്കിൽ അത് ഖബറിനത്തെ പ്രശ്നമാണത്. ഈ ഏറ്റെടുത്തിട്ട് നിയത്ത് ചെയ്തിട്ട് മരിച്ചു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ലാതെ വന്നു പോയാൽ ഈ വാക്ക് അത് പാലിക്കാത്തതിൻ്റെ പേരിൽ ഖബറിൽ അത് പ്രശ്നമാവും. ഞാൻ വെറുതെ പറയല്ല.
ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്ന് 3 രൂപ കടക്കാരൻ, ആരുമില്ല കൊടുക്കാൻ. നബി തങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ നിസ്കരിപ്പിച്ചോളി. നബി തങ്ങൾ മാറി നിന്നു. അബൂ ഖത്താദ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ആ പൈസ കൊടുത്തോളാം, നബി നിസ്കരിപ്പിക്കണം കേട്ടോ, നിങ്ങൾ നിസ്കരിപ്പിക്കണം. നബി തങ്ങൾ നിസ്കരിപ്പിക്കാതെ പോയാൽ ശരിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഖത്താദ ഏറ്റെടുത്തത് കൊണ്ട് നമസ്കരിപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി മദീനയിൽ വെച്ച് അബൂ ഖത്താദയെ നബി തങ്ങൾ കണ്ടിട്ട് വിളിച്ചു. അബൂ ഖത്താദ, അല്ല നീ ഇന്നലെ മയ്യത്തിൻ്റെ 1000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു, അത് അല്ലാ മറന്നുപോയി നബിയെ, ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പോയി കൊടുത്തിട്ട് തിരിച്ച് നബി തങ്ങളൊന്ന് പറഞ്ഞു, നബിയെ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഒരു വാക്ക് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിപ്പിച്ച മയ്യത്താണ്. പറഞ്ഞ വാക്കെന്നറിയോ? അബൂ ഖത്താദ, ഇപ്പോഴാണ് ആ മയ്യത്തിൻ്റെ തീ കെട്ടത്, ആ ഖബറിലെ തീ അണഞ്ഞത് ഇപ്പോഴാണ്. നീ ഈ പൈസ അടച്ചപ്പോഴാണ് ആ ഖബറിലെ തീ അണഞ്ഞത്. നബിയുടെ വാക്കാണ്, റിസാലത്തിന്റെ നുബൂവത്തിന്റെ പ്രവാചകന്റെ വാക്കാണിത്. ഇതെന്റെ കേവലം വാക്കല്ല. ഇത് ഒന്നുകിൽ നമ്മൾ പറയരുത്, പറഞ്ഞിട്ടുണ്ടോ കൊടുക്കണം, അത് നമ്മുടെ ഒരു നിയ്യത്താണ്. 1000 രൂപ നല്ല കാര്യത്തിനാണ്. ഒരു കിണർ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ അതിനകത്ത് കയറി വെള്ളം കുടിച്ച് അത് ഇൽമു പഠിച്ച് ഖുർആൻ ഓതുന്നതിന് വേണ്ടി അവർ ഈ ഉദവെടുക്കാൻ വേണ്ടി ഈ ഉപയോഗിക്കുന്ന ഈ വെള്ളം നമ്മുടെ വാപ്പാടെ ഉമ്മാടെ ഖബറിലേക്ക് നിയ്യത്ത് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. വർഷം ഒന്നായി ഇതിനിടയ്ക്കെങ്ങാണ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഖബർ പൊറുക്കും? ഒരിക്കലും പൊറുക്കൂല സുഹൃത്തെ, ഇല്ല. സഹാബിയുടെ ഖബറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നബി നിസ്കരിച്ച ഖബറാണ്, മദീന പള്ളിയിൽ വെച്ച് നിസ്കരിച്ച ഖബറാണ്. അദ്ദേഹത്തിന്റെ 3 രൂപ കൊടുക്കാമെന്ന് ഏറ്റെടുത്തിട്ട് കൊടുക്കാതെ മറന്നുപോയപ്പോൾ ആ ഒരു ദിവസം മുഴുവനും അദ്ദേഹം തീയിൽ കിടക്കേണ്ടി വന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് എൻ്റെ വിനീതരായ നിങ്ങളോട്, നിങ്ങൾ വെറുതെ ഈ ഒരു രസത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യരുത്. ഒരു കിണർ, നമ്മുടെ ഈ മദ്രസ നിങ്ങൾക്കറിയാം, 40 കുട്ടികൾ പിടിക്കുന്ന ഈ കുഞ്ഞുമക്കൾ. ഈ നാട്ടിൻ്റെ അദാബുകളെ തടയാൻ ഈ മക്കളാണ് കാരണക്കാർ. ഈ നാട്ടിൻ്റെ അദാബുകളെ തടയാൻ കാരണം ഈ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു അതിൻ്റെ റഹ്മത്തും ബർക്കത്തും ഈ നാട്ടിൽ ഇറക്കുന്നുണ്ട്. നിങ്ങളത് ഓർക്കണം, ആലോചിക്കണം. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അള്ളാൻ്റെ വജിഹിലാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. ഇതെല്ലാം കൊടുത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടെ ഖുർആൻ ഓതിയിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഒളിവെടുക്കാനും അവർ അംഗശുദ്ധി വരുത്താനും വെള്ളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം 1.5 ലക്ഷം രൂപ 150 പേര് 1000 രൂപ വെച്ച്, നമ്മൾ ആരെയും വിഷമിക്കാനും പ്രയാസപ്പെടുത്താനുമില്ല, 1000 രൂപ വെച്ച് നമ്മളത് നിയത്ത് ചെയ്തതാണ്. 12 പേരെ കൊടുത്തിട്ടുള്ളൂ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം വരും സുഹൃത്തെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പ്രസംഗമൊക്കെ ഇനി ഞാനില്ല, നിർത്താൻ പോവാണ്. എന്നെ ഇനി വിളിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ വേസ്റ്റ്. എന്തിനാ നമ്മൾ പ്രസംഗിക്കുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രസംഗമൊക്കെ ചുമ്മാതെ വെറുതെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഖുർആനോടും വിശ്വാസമില്ല, ഹദീസിനോടും വിശ്വാസമില്ല, ദുആയോടും വിശ്വാസമില്ല, ഖബറിനോടും വിശ്വാസമില്ല. അല്ലാഹു അക്ബർ. പടച്ചവനെ റബ്ബേ നീ കാക്കണേ, നീ കാക്കണേ റബ്ബേ. നബിതങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിൽ നിങ്ങൾ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടാതെ നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കരുതെന്ന്. ഇതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഖബറിലെ ശിക്ഷയുള്ളത് കൊണ്ടല്ലേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആ വായദ ചെയ്തവർ ആരെങ്കിലും ഈ സദസ്സിൽ ഇരിപ്പുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വായദ ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? ഈ സദസ്സിലുണ്ടോ? ഉണ്ടോ? കൊടുക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പം ഉണ്ടെങ്കിൽ നാളെ കൊടുത്താലും മതി. നാളെ കൊടുത്തേക്കോ? ആരാ? ഒന്ന് കൈപൊക്ക്. പേടിക്കൊന്നും വേണ്ട, നാളെ കൊടുക്കാം. നമുക്ക് ദ്വാരം നാളെ അതിൻ്റെ ഇടപാട് തീർക്കും. നിങ്ങൾ കടം വാങ്ങിട്ടെല്ലാം കൊടുക്കുക, അത് ഹക്കാണ്. ആരെങ്കിലും ഉണ്ടോ? ധൈര്യമായിട്ട് പൊക്കിയോ, നാണക്കേടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നാളെ കൊടുത്തേക്കാം ഉസ്താദ് എന്ന് പറഞ്ഞവരാരുണ്ട്? നാളെ കൂടുതലൊന്നും വേണ്ട, ഒരു 1000 രൂപ ഇരിക്കുന്നവർ 1000 രൂപ വെച്ച് അപ്പം ആ കിണറിൻ്റെ പണി പൂർത്തിയാക്കട്ടില്ലേ? വെറുതെ ചുമ്മാ ബുക്ക് അവരെൻ്റെ പറയാം, ഉസ്താദ് ഇവിടെ വന്ന് പ്രസംഗിച്ച കാലം മുതലുള്ള ബുക്ക് മൊത്തം അങ്ങ് തന്നേക്കാന്ന്, എല്ലാം എഴുതി വെച്ചേക്കാന്ന്. എന്ത് ഈ കേൾക്കുന്നത് റബ്ബേ? ഈ വായദ നിങ്ങൾക്ക്, അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസം ഇല്ല ഉസ്താദെ. ജുമ്മ നിസ്കരിക്കണ്ട, വല്ല പച്ചക്കറി കച്ചവടത്തിന് പോകും, അതാ ഏറ്റവും നല്ലത്. ഫായിദ ഇല്ല. ഇവരെയൊക്കെ നിസ്കരിപ്പിച്ച് നമ്മൾ ഈ പ്രസംഗിച്ചിട്ട് എന്ത് കിട്ടാൻ? ഞാൻ എന്തായാലും വേറെ ബിസിനസ് വല്ലതും നോക്കാൻ പോവാണ്. നമുക്ക് തന്നെ നിരാശയാവുകയാണ് ഈ പ്രസംഗിച്ച്. അതൊക്കെയാണ് വായിൽ എന്തൊക്കെയാ വരുന്നത്. ഇപ്പൊ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ നെയ്മീൻ കച്ചവടക്കാരുണ്ടോ? 4 പേര് ഉസ്താദിന് ഫ്രീ ആയിട്ട് നെയ്മീൻ തന്നു, അൽഹംദുലില്ലാഹ്. ഒരാൾ 2000 തന്നു, അൽഹംദുലില്ലാഹ്. പടച്ചവനെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുത്ത് ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. നാളെ കൊടുക്കാന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ട്? കൈപൊക്ക്, ബിസ്മില്ലാ. നാളെ 1000 രൂപ. നമ്മുടെ ഈ മദ്രസ ആ പണി ഇത്രയും നിങ്ങളാ ഒരു കിണറിൻ്റെ കഴിയല്ലേ? 1 വർഷമായില്ലേ?
ഒരു വർഷമായി. സഹോദരി, എൻ്റെ പൊന്നക്കാമാരെ, നിങ്ങൾ എത്ര ചിട്ടിക്ക് പൈസ കൊടുക്കുന്നു, അവിടെ കൊടുക്കുന്നു. ഒരു വർഷമായിട്ട് നമ്മുടെ സഹോദരിമാർ 50 പേരോളം അവിടെ എഴുതിയത്. 50 പേരോളം അവിടെ എഴുതി പേര്. എത്ര പേര് വന്നു ഉസ്താദേ? മുനീറെ, സഹോദരിമാർ എത്ര പേര് വന്ന്? എടാ മുനീറെ, മുനീർ മുങ്ങിയാടാ. അല്ല, പെണ്ണുങ്ങളുടെ അടുത്ത് ഒരാളെ പറഞ്ഞോട്. അപ്പോൾ മുനീർ മാത്രമേ ഉള്ളൂ, വേറെ ആരുണ്ട്? അത് വിടാൻ ഒക്കത്തില്ല. ആ നീയത്ത് നിങ്ങൾ ചെയ്തവർ നീയത്ത് കൊടുത്തേ പറ്റുള്ളൂ. മറന്നു പോവണ്ട. ആ പേര് പറഞ്ഞവരെല്ലാം ഒന്നും കൂടി ഇൻഷാ അല്ലാ നാളെ 1000 രൂപ, നാളെ 1000 രൂപ ഇവിടെ എത്തിക്കണം. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എത്തിക്കും. 1000 രൂപ, 1000 രൂപ. അവിടെ എന്തൊക്കെയാ പറയുന്നുണ്ട് പെട്ടെന്ന്. അൽഹംദുലില്ലാ. ആഖിറത്തിനുണ്ട്. നമ്മൾ എന്തെല്ലാം പറയുന്നു, പടച്ചവനെ റബ്ബേ ഇത്രയും ആയത്തും ഹദീസും ഒക്കെ ഓതി. നിങ്ങൾക്കറിയാമല്ലോ ഈ സ്ഥാപനം വെറുതെ അല്ല എന്നുള്ളത്. ഇത് കണ്ടില്ലേ, ഈ മക്കളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലേ. സത്യം ഇതിനൊക്കെ വടക്കാണ് നല്ലത്. ഈ വടക്കൻ ജില്ലയിൽ, വടക്കൻ പ്രദേശത്തൊക്കെ നമ്മൾ പ്രസംഗിച്ചാണ്ടല്ലോ. അൽഹംദുലില്ലാ. അവർക്ക് നിസ്കാരമുണ്ടോ, ഈ ഭാഗത്തുണ്ടോ? പൈസ ദീനിന് വേണ്ടി ചോദിച്ചാൽ അൽഹംദുലില്ലാ അവർ പറ്റും. ഉലമാക്കളെയും ആലിമീങ്ങളെയും ഇത്രയ്ക്കും ബഹുമാനിക്കുന്ന ഒരു വിഭാഗം. നമ്മൾ ഗൾഫിലോട്ടൊക്കെ പോയാൽ വടക്കുള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ, ഉസ്താദ് കണ്ടാൽ ഭയങ്കര ബഹുമാനമാണ്. നമ്മൾ തെക്കുള്ളവരത് അതിലേക്കൂടെ കറി ഇതിലേക്കൂടെ കുറഞ്ഞു എന്നിട്ട് ചോദിക്കാം, ഡേ അയാൾ പോയാടേ, അയാൾ പോയാടേ. ആ വാ, ആ പെണ്ണുങ്ങളുടെ ചോര് നാളെ പൈസ കൊണ്ട് തരുന്നവർ എത്ര പേരാണെന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി പേര്. ഇവിടത്തേക്ക് ഒരാണ് എന്ത്, ഇവിടത്തേക്ക് ഒരാൾ എന്തേ, വേറെ ആരുടെ പേര് പറയണേ? ഷാജി. ആരാ ഷാജി? എഴുന്നേരം ഷാജി. വേറെ ആരും ഇവിടെ ഉള്ളവരുടെ നാളെ 1000 രൂപ. നീ പോന്നോ? പെട്ടെന്ന് പെണ്ണുങ്ങടെ നദീർ കൊടുക്കാന്ന് പറഞ്ഞോ. നദീർ എന്തിയെ? നദീർ ആരാ? നദീർ എഴുന്നേര്. ബിസ്മില്ലാ. ചില കൂലി കിട്ടും, പൈസ എന്തെങ്കിലും കൊടുത്തു. 1000 രൂപ ബിസ്മില്ലാ. നാളെ എത്തിക്കണം. അപ്പോൾ ബുക്ക് എടുത്തുണ്ടോ? ഇൻഷാ അല്ലാ നാളെ. നമ്മൾ ഇത് ബാധ്യത ഇടാൻ പാടില്ല അബീബേ. നിങ്ങൾ ഇത്ര നാൾ വന്ന് നിങ്ങളുടെ മുന്നിൽ കിടന്ന് ഇത്രയും പ്രസംഗിച്ച് നിങ്ങൾ എത്രയോ പൈസ തന്നതാ, ലക്ഷക്കണക്കിന് തന്നല്ലേ. ഒരുപാട് ശരിയായി. ഇപ്പോഴത്തെ വലിയ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. അൽഫ് റുബിയ ഇൻഷാ അല്ലാ. അതൊരു വലിയ വിഷമമില്ല. 1000 രൂപ വിഷമമില്ല ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1000 രൂപ പടച്ചവനെ നമ്മുടെ കിണറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ നാളെ തന്നെ 1000 രൂപ ഇൻഷാ അല്ലാ. എന്താ എഴുതിയ നദീറെ? ബുക്കെടുത്ത് പോലെ കൊണ്ട് ഓടിവാ പെട്ടെന്ന്. ആദ്യം എൻ്റെ പേര് എഴുതി 1000 രൂപ റെഡി കാശ്. 1000 രൂപ ബാപ്പാടെ ഉമ്മാടെ കബറിലേക്ക്. റഹീം സാഹിബ്, നമ്മുടെ റഹീം സാഹിബ് ചോയ്സ് ടയറാണ്, ടയർ കച്ചവടമാണ്. പഴയ ടയർ, സെക്കൻഡ് ഹാൻഡ് ടയർ, വില കുറഞ്ഞ്. കൂടല്ല കട. അടൂരുണ്ടോ? ഇല്ല. കൂടലിൽ പോയാൽ നിങ്ങൾ കട വില കുറച്ച് 2 പേര് പറയണം. EP ഉസ്താദ് പറഞ്ഞു വന്നാന്ന് പറഞ്ഞാൽ മതി. റഹീം സാഹിബ് ചോയ്സ് ടയർ കൂടലിൽ കേട്ടോ. 1000 രൂപ എഴുതിക്കോ. ഇതൊക്കെ ഇന്ന് തന്നെ തന്നിട്ടേ പോകുന്നുള്ളൂ. മരിച്ച വാപ്പ ഉമ്മാടെ കബറിലേക്കാണ് പടച്ചവനെ റബ്ബേ. ഇവിടെ കിണർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കണ്ട ഉസ്താദേ? ഇനി എത്ര ദൂരം ഉണ്ട്? കുഴൽക്കിണറാണോ? അല്ലാതെ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഈ ഇതിലൂടെ വെള്ളം വന്ന ചരിത്രം വല്ലതും ഉണ്ടോ? ഈ കനാലിലൂടെ എപ്പോഴും വരുമോ? ആണോ? ഞാനിതുവരെ ഇത് കണ്ടിട്ടില്ല. എന്തും ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നതാണ്. ഇല്ലാത്ത സമയത്ത് വെള്ളം തുറന്നു വിടും. അതൊരു ബർക്കത്ത്. കണ്ട ഈ നാടിൻ്റെ ഒരു ബർക്കത്ത്. നദീറ എത്ര പേര് പറഞ്ഞു? നദീറ കാപ്പി എടുത്തു ഇങ്ങോട്ട്. 2 പേര് മാത്രോ? സത്യമായിട്ട് ഇനി ഈ പരിപാടി ഇവിടെ പ്രസംഗിക്കാൻ വിളിക്കരുത്. 1000 രൂപ കൊടുക്കാൻ ഇത്രയും നമ്മൾ പറഞ്ഞിട്ട്, ഇത്രയും നമ്മൾ പറഞ്ഞു. ഉസ്താദിൻ്റെ 1000 രൂപ എഴുതി. നമ്മളിവിടെ എഴുതി. ഉസ്താദിൻ്റെ 1000 രൂപ എഴുതി. നമ്മുടെ മയ്യത്തങ്കര പള്ളിയിലെ ഉസ്താദ് എഴുതി. ഇൻഷാ അല്ലാ കൈമടക്കങ്ങൾ കൂട്ടി കൊടുക്കണം ഉസ്താദിന് കേട്ടോ. ദുആ ഒക്കെ വിളിക്കുമ്പോൾ 2000 കൊടുക്കണം. സദഖ എടുത്ത ഉസ്താദിനൊന്നും വിഷയമൊന്നുമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മകളെ വിവാഹം കഴിച്ച ആളാണ്. അള്ളാഹുവെ പടച്ചവനെ ഇതൊക്കെ ഞങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തല്ലേ അള്ളാഹ്, ഒരു കുറവും വരത്തില്ല. ഉസ്താദന്മാരെ കൊണ്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത്. മുനീറെ പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് എഴുതിക്കൊണ്ട് പോവാ. ദ്വാരക്കെട്ട് അതിന് സുഖമില്ല, പനിയ. എന്നാലും കുഴപ്പമില്ല. അളി എഴുതിയല്ല 1000 രൂപ. ഹുസൈൻ്റെ 1000 രൂപ എഴുതി. 5000 ആയോ? ഞങ്ങളെല്ലാവരും അത്ര 5000 രൂപ ആയില്ലേ? 4000 ആയി. നദീറിൻ്റെ 1000 രൂപ എഴുതി. ബിസ്മില്ലാ അൽഹംദുലില്ലാ എഴുതി. എല്ലാവരും എഴുതി. സഹോദരി പറ പെട്ടുവാ. ഡേ പെട്ടെന്ന് പാടെ. നാളെ തന്നെ കൊടുത്ത്, നാളെ തന്നെ തീർക്കണം. സനൂസി മൗലവി വിളിച്ചു പറഞ്ഞു 1000 രൂപ. അള്ളാഹുവെ പടച്ചവരെ റബ്ബേ
അള്ളാഹുവെ ഖബർ സന്തോഷം കൊടുക്കണേ പടച്ചവനെ. വാപ്പ ഉമ്മയുടെ ഖബറിലേക്ക്. നീ അത് കിണറാണ്, കിണറിന് വേണ്ടി നമുക്ക് കൂലി കിട്ടും. നബിതങ്ങൾ എടുക്കൽ ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചതാണ്. ആരാ? ഷിജു 1000. ലൈവ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ കിണറിലേക്ക് വേണ്ടിയിട്ട് 1000 രൂപ നിയത്ത് ചെയ്ത് ആ നമ്പർ ഇട്ട് കൊടുക്കും. ഷിജു പറഞ്ഞോടെ ഷിജു, 1000 രൂപ. അൽഹംദുലില്ലാ, അങ്ങനെ വന്ന് പറ. 1000 രൂപ, 5000 ഖുലൂ തക്ബീർ. നാളെ കൊടുക്കണേന്ന് പറയണേ. സൈബുദ്ദീൻ എവിടെ ഉണ്ട് ആള്? നാളെ കൊടുക്കുവാൻ മുനീറേ. നാളെ തന്നെ മേടിച്ചോണം. നാളെ തന്നെ ഇൻഷാ അല്ലാ. ഇത് കടവിടരുത്. ഇത് നിങ്ങൾ 10000 രൂപ തന്നാലും കടവില്ലാതെ ഇതൊക്കെ നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ നാളെ ആഖിറത്തിൽ ഹസ്സാൻ ബിൻ അബസ്സിനാൻ റളിയല്ലാഹു തആല വലിയൊരു മഹാനാണ്. അദ്ദേഹം മരണപ്പെട്ടു 60-ാമത്തെ വയസ്സിൽ. മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ സ്വപ്നത്തിൽ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, എന്തായിരുന്നു അള്ളാഹു അങ്ങയോട് എങ്ങനെ സമീപിച്ചു എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഖൈറാണ്. പക്ഷേ അന്നി മഹ്ബൂസുൻ അനിൽ ജന്ന ബിഇബ്റത്തിൻ ഇസ്തഅർതുഹാ ഫലമർദുഹാ അലൈഹി. പക്ഷെ എല്ലാം ശരിയാ, ഞാനിപ്പോൾ സ്വർഗത്തിൽ പോകാൻ പറ്റാതെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അയൽപക്കത്തുനിന്ന് ഒരു സൂചി ഞാൻ കടം വാങ്ങി, പക്ഷേ അത് തയ്ച്ചതിന് ശേഷം മടക്കി കൊടുക്കാതെ മറന്നുപോയി. ആ ഒരൊറ്റ കാരണത്താൽ ഞാനിപ്പോൾ സ്വർഗത്തിൽ പോകാൻ പറ്റാതിരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തോ, നമ്മളിവിടെ വഅദ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഈ ദീനിൻ്റെ സ്ഥാപനമാണ്, അതിനുവേണ്ടി നിങ്ങൾ നിയ്യത്ത് ചെയ്തവർ അത് കൊടുക്കാതെ മരിച്ചു പോകരുത്. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞ് ഞങ്ങളന്ന് പറഞ്ഞതാണ്, ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പറ്റൂല എന്ന് വന്ന് തിരിച്ചു പറയണം. മുനീറിനോടും ഉസ്താദിനോടും മനാബ് ഉസ്താദിനോടും സംഘാടനടുത്തൊന്ന് പറയണം. ഇല്ലെങ്കിൽ നാളെ അത് കുറ്റമായി മാറും. അതുകൊണ്ട് ഇൻഷാ അല്ലാ. എന്താ പറഞ്ഞോ? എത്ര പേരായി? നാസർ 1000 പറഞ്ഞാൽ മതി. അള്ളാഹുവെ മരണപ്പെട്ടപ്പോൾ 5000 രൂപ മരിച്ചുപോയ എഴുതിയോ? നാളെ കിട്ടും ഇൻഷാ അല്ലാ. അള്ളാഹുവെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് കൊടുക്കണേ പടച്ചവനെ. മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാ. ആഖിറത്തെക്കുറിച്ചുള്ള വിശ്വാസമുള്ളവരാണ് റബ്ബേ. അവർ നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ദുനിയാവിൽ ചെയ്തെന്ന മാതാപിതാക്കൾ അവരെന്ന് ഖബറിൻ്റെ ഉള്ളിലാണ് അല്ലാ. അവർക്ക് ഞങ്ങൾ ഈ ചെയ്തതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹു 1000 രൂപ തന്ന സഹോദരൻ്റെ സ്വതഖ സ്വീകരിക്കണേ അല്ലാ. അർഹമായ കൂലി കൊടുക്കണേ പടച്ചവനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഒരു പാട്ടൊക്കെ പാടി ഇവിടെ ഇപ്പോൾ ഡാൻസ് ആടി എത്ര പേര് കൊടുക്കും പൈസ? അതെല്ലാം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മത്ത് ചിന്തിക്കുന്നില്ലല്ലോ പടച്ചവനെ. എപ്പോഴാ കൊടുക്കുക, എപ്പോഴാ ഇനി അള്ളാഹുലേക്ക് മരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ആലോചിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയത്ത് ഫാത്തിമയുടെ കയ്യിലൊരു വള കിടക്കുന്ന കണ്ടിട്ട് നബി തങ്ങൾ മുള ഇങ്ങെടുക്കുക, എന്തിനാ ഇത്? നമുക്കൊക്കെ സ്വർഗത്തിൽ കിട്ടൂല, എന്തിനാ ഇത്? അപ്പോഴേ ഒരു കൊടുക്കല്ലേ ദീനിന് വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് സന്തോഷത്തോടെ, മനസ്സന്തോഷത്തോടെ കൊടുക്കും ഇൻഷാ അല്ലാ. നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 500 1000 ആരെല്ലാം മുനീർ അങ്ങോട്ട് പോയിട്ട് വന്നില്ല. പെണ്ണുങ്ങളുടെ ലിസ്റ്റ് കൊണ്ടുവന്നോ? നാളെ കൊടുക്കാമെന്നുള്ളവർ ലിസ്റ്റ്. കഴിഞ്ഞ വർഷം നിങ്ങളിവിടെ വഅദ ചെയ്താണ്, 1 വർഷമായി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്ന് കേട്ടപ്പോൾ വലിയ വിഷമമുണ്ട്. എത്രയും വേഗം നിങ്ങളത് കൊടുക്കുക. ഇല്ല എങ്കിൽ ഇനി നമ്മൾ ഈ ഒരു പിരിവും പറഞ്ഞോണ്ട് ഒരു വാത് വയ്ക്കാനേ പാടില്ല. വാതിൻ്റെ ആവശ്യമില്ല. എന്തിനു വാത്? ജനങ്ങൾക്ക് ഇതിനോടൊരു സ്നേഹവും താല്പര്യവും ഒരിഷ്ടവും ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ വാതൊക്കെ വെച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ അതിനാണ്. നമ്മളിപ്പോൾ എവിടെ കിടന്ന് എവിടെ പോയാലും, നമ്മൾ ഈ കേരളത്തിൻ്റെ ഏത് മുക്കുമുള്ള വാത് വെച്ചാലും അവിടെ ഒരു പിരിവുണ്ടാവും. അത് ആ പള്ളിക്ക് വേണ്ടിയിട്ടോ മദ്രസയ്ക്ക് വേണ്ടിയിട്ടോ നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്, അല്ലാതൊന്നുമല്ല. ഇനി ഉണ്ടോ മോനെ? എത്രയായി മോനെ? 10 എത്രയായി? 13,000. അവിടെ എത്ര കിട്ടി? നാളെ കിട്ടുന്ന പൈസ ഇത് ഇൻഷാ. മുനീറേ പെട്ടെന്ന് ദുആ ചെയ്യാൻ പോവാ. 13 ആയി. ഒരു 2 പേരോട് ഇവിടെ പറഞ്ഞ ഒരു 15 തീർക്കും ഇൻഷാ അല്ലാ. ഒരു 4 അതാണ്ട് ഒരു സഹോദരൻ ഉണ്ട്. അള്ളാഹുവേ ആഫിയത്ത്, ആരോഗ്യ, ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് കൊടുക്കണേ അള്ളാഹുവേ. ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. ദീൻ സലാമത്തിലാക്കണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. പടച്ചവനെ ഈ കൊടുക്കുന്ന ഒരാൾക്ക് ഒരു കുറവും വരുത്തല്ലേ അല്ലാ. പടച്ചവനെ വർഷങ്ങളായി പാലും കറണ്ട് ചാർജും ഏറ്റെടുത്തിരിക്കുന്ന ഈ സഹോദരന് അദ്ദേഹത്തിൻ്റെ വിഷമം നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. നിരാശ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ വളരെ വിഷമത്തോടെ വന്ന് പറഞ്ഞു പടച്ചവനെ, അള്ളാഹുവേ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബാധ്യതയാണ് ഉസ്താദ് എന്ന് പറഞ്ഞു. അല്ലാ ഒരു ബാധ്യതയാക്കല്ലേ അല്ലാ, ഒരു ബാധ്യതയാക്കല്ലേ അല്ലാ, ബാധ്യതയാക്കല്ലേ അല്ലാ. പടച്ചവനെ മരിക്കുന്നത് വരെ കൊടുക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. സമ്പത്ത് വർദ്ധിപ്പിക്കണേ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ.
അതിലൂടെ മുസീബത്തുകൾ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. തീർന്നാണ്. നാളെ കിട്ടുമോ? ഇനി അങ്ങനെയുള്ള അതാരാ 1000 രൂപ. അല്ലാഹുവേ പടച്ചവ 15 രൂപയായി. ആ സഹോദരി റിയാസ് 1000 നാളെ കിട്ടുമല്ലോ. ഇപ്പൊ കിട്ടി അൽഹംദുലില്ലാ. ഇനി ഇങ്ങനെയുള്ള പിരിവ. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ പടച്ചവനെ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ കഴിഞ്ഞ വർഷം 150 പേര് ഒരു വലിയ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയതാണ്. ഇതുവരെയ്ക്കും അവർ കൊടുത്തിട്ടില്ല പടച്ചവനെ. ഞാൻ വിചാരിച്ച് കിണറിൽ വെള്ളം കണ്ടു കാണുമെന്ന്. ഒരു വർഷമായിട്ടും കിണറ്റിൽ വെള്ളം കണ്ടില്ല റബ്ബേ. ഇത്ര നാളായിട്ട് കുഴിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. അപ്പം വെള്ളം കയറി. ഇനി ഇപ്പോൾ കുഴി തുടങ്ങി. ഇപ്പോൾ ഇല്ലയോ? പൈസ ഉണ്ടല്ലേ പറ്റുള്ളൂ. എത്ര കോടിയാവും? 10-20 കോടി കിട്ടുമോ? 30 കോടി വേണം. അത്രയും ഭയങ്കര ആഴമായിരിക്കും. എവിടെ കുഴിക്കുന്നത്? അല്ലാഹു അക്ബർ. ഇത്ര വലിയ കൂലിയ പടച്ചവനെ. ഒരു കിണർ കുഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കൂലി. നമുക്ക് വല്ല പൈസ ഉണ്ടായിരുന്നത് നമ്മളങ്ങ് ഏറ്റെടുത്തേനെ. ഖബറിൽ വലിയ കൂലി കിട്ടുന്ന ആരെയാണ്? വലിയ കൂലി കിട്ടുന്ന ആരാണ്? ചെറിയ കൂലിയുടെ വലിയ കൂലി. പൈസ ആരാ? മുനീർ മൗലവിയോ? ആണോ? മുനീർ മൗലവി. അല്ലാഹുവേ പടച്ചവനെ കരുണയുള്ളവനെ നീ സഹായിക്കണേ അല്ലാ. ആലിമാക്കണേ ഉഖ്റവിയായ കൂനു റബ്ബാനിയീൻ. അവരെ ഞങ്ങളെയൊക്കെ ഉഖ്റവികളായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാഹുവേ. സാലിഹായ മക്കളില്ലയോ? അല്ലാഹുവേ പടച്ചവനെ റാസിഖായ മുസവ്വിറായ അല്ലാ 80 വയസ്സായ സക്കരിയ നബിക്ക് നീ കൊടുത്തു.